ശ്രീകുമാർ, ഈ സർവേ 2 ദിവസം മുമ്പ് വന്നതാണ്. അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നിരുന്നു എന്ന് മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലും അവൈലബിൾ ആണ്. ഇതൊരു ചർച്ച ആകുമായിരുന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, നേതാക്കൾ തന്നെ, നമ്മുടെ നാട്ടിലെ നേതാക്കൾ തന്നെ ഓരോ ഏജൻസികളെ വെച്ച് അവരവരുടെ മണ്ഡലങ്ങളിലെ സിറ്റുവേഷൻ എന്താണ്, ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് മാറണോ എന്ന് നോക്കാൻ വേണ്ടി സർവേ നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ 6-7 സർവേ ഏജൻസികൾ ഏറ്റവും മിനിമം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമുള്ളതല്ല. പക്ഷേ ഈ സർവേയുടെ റിപ്പോർട്ട് ഇങ്ങനെ ചർച്ചയാവുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അതിവിടെ ശ്രീ പ്രേംകുമാർ പറഞ്ഞതുപോലെ ശശി തരൂർ അതിനെ എൻഡോസ് ചെയ്തതുകൊണ്ടാണ്. ശശി തരൂർ ഞാനാണ് ഏറ്റവും പോപ്പുലറായ ആൾ എന്നിതാ സർവേ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം റീട്വീറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇ ഡി മാത്യുവിന്റെ ട്വീറ്റ് അദ്ദേഹം റീട്വീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൃത്യമായും അതിനെ എൻഡോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ കളിയിലുണ്ട് കേട്ടോ എന്നുകൂടി പറയാനായിരിക്കുമല്ലോ. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെ വന്ന് ഭവിക്കും? നോക്കൂ അഭിലാഷേ, ഒരു സർവേ നടത്തിയിട്ട് ആ സർവേയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ രസകരമായിരിക്കും. ഈ സർവേ അതിൻ്റെ സർവേയുടെ ഗൗരവത്തിൽ തന്നെ ഞാൻ എടുക്കുന്നു. അതോടെ നിൽക്കട്ടെ, സർവേ നടത്തുന്നവരെ നമ്മളങ്ങനെ ചെറുതാക്കി കാണേണ്ട കാര്യമൊന്നുമില്ല. അതിൽ അവർ പറയുന്ന ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതായത് കേരളത്തിലെ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നുള്ളത്. ഇതിവർ കണ്ടെത്തുന്നതല്ലല്ലോ. ഗോകുമാർ സാറിനും എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് നിലമ്പൂർ വ്യക്തമാവുകയും ചെയ്തു. അപ്പം നമുക്കതൊരു പുതുമയില്ല. പക്ഷേ ഒരു സർവേയിലും അത് പറഞ്ഞു എന്നുള്ളത് ഒരു ഗൗരവമുള്ള കാര്യം. മറ്റൊരു കൗതുകമുള്ള കാര്യമാണ്. കാരണം ശശി തരൂര് ഒരാൾ പറഞ്ഞ കാര്യം അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. സാധാരണ ഇതിൽ കേരളത്തിലെ ഒരു KPCCയുടെ ഒരു നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യമാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതൊരു കൗതുകത്തിന് ചർച്ചയായിക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരൊക്കെ സാഹിത്യകാരനും എഴുത്തുകാരനൊക്കെയാണ്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ സാഹിത്യ അക്കാദമി MP നാരായണപിള്ളയുടെ പരിണാമം എന്ന നോവലിനൊരു അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ നാരായണപിള്ള അന്ന് സെക്രട്ടറി എന്ന പായിപ്ര രാധാകൃഷ്ണനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ അവാർഡിൻ്റെ തുക എനിക്ക് അയച്ചു തന്നാൽ മതി, അവാർഡ് വേണ്ട. അപ്പോൾ പായിപ്ര പറഞ്ഞത് പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത്, എടോ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത് 10,000 രൂപയാണ്, പക്ഷേ ഇതൊരു ചർച്ചയായി എനിക്ക് 1,00,000 രൂപയുടെ പബ്ലിസിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. ഏതാണ്ട് അതേപോലെയുള്ള ഒരു കാര്യമായിട്ട് എനിക്കിപ്പോൾ ഇതിൽ തോന്നുന്നുള്ളൂ. ശശി തരൂരിൻ്റെ ഈ വിഷയമൊന്നും കോൺഗ്രസ് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം കോൺഗ്രസ് ഗൗരവമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, പഴയ ശശി തരൂരിൻ്റെ ഒരു വർഷം മുമ്പുള്ള നിലപാടുകളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ശശി തരൂർ ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ യോജിക്കുകയാണ്. പക്ഷെ ഒരു 2 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. കേരളത്തിലെ കോൺഗ്രസിനെ തുടർ തോൽവികളിൽ നിന്ന് രക്ഷിക്കാൻ തരൂർ വേണമെന്ന് അഭിപ്രായപ്പെടുന്ന പല ആളുകൾ ഉണ്ടായി. ഞാൻ പേരൊന്നും പറയുന്നില്ല. UDF തന്നെ പ്രമുഖ ഘടകകക്ഷിയിലും അതിന് ടേക്കേഴ്സ് ഉണ്ടായി. ഇടയ്ക്ക് തരൂർ നടത്തിയ ഒരു മലബാർ പര്യടനമൊക്കെ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. അദ്ദേഹം എല്ലാ സംഘടനകളുടെയും മുഖ്യാതിഥിയാവുന്നു. മലബാറിലെ മുസ്ലിം സംഘടനകളുടെ NSSന്റെ ഒക്കെ മുഖ്യാതിഥിയാവുന്നു. അപ്പോൾ ഇനി തരൂരിന്റെ കാലം എന്ന മട്ടിൽ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആ കാലഘട്ടം മാറി, അല്ലെങ്കിൽ തരൂര് ആ ഒരു നറേറ്റീവിൽ നിന്ന് മാറുകയും UDF കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ പൊസിഷനിൽ എത്തുകയൊക്കെ ചെയ്തു എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ തരൂരിനെ സംബന്ധിച്ച് ആ മോഹം ഇല്ലാതിരിക്കില്ലല്ലോ, മനുഷ്യനല്ലേ. അല്ല, തരൂരിൻ്റെ മോഹം, തരൂര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞല്ലോ. അന്ന് കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ അതിന് ശേഷം നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾക്ക് ശേഷം അതാരും ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോൾ ദേശീയ തലത്തിൽ AICCയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളെ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറാക്കി. പക്ഷേ ആ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ചിന്തിക്കുന്ന പോലെ നിലപാടുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ശശി തരൂരിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെ വേവലാതിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതൊരു ട്വീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ അദ്ദേഹം ഇതിങ്ങനെ ഒന്ന് പ്രചരിപ്പിച്ചുകൊണ്ടൊന്നും കോൺഗ്രസിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് ഇപ്പോൾ പറയാം, കോൺഗ്രസ്സിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നൊക്കെ പറയാം. ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ആലോചിച്ചറിയാം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 2-3 നേതാക്കളുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നേതാവൊന്നും ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. പിന്നെ ചർച്ചയാക്കുമ്പം ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നൊക്കെ ചിലർക്ക് താല്പര്യപ്പെടാം, ചിലർക്ക് സന്തോഷിക്കാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ശൈലജ ടീച്ചറെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പിണറായി വിജയൻ അവിടെ പ്രശ്നമായി, CPMൽ പ്രശ്നമായി, ശൈലജ ടീച്ചർ ഇതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു അവർക്ക് പറയാം.
അതിൽ ഇപ്പുറത്തെ ഈ മറ്റേ കോൺഗ്രസിനെതിരെ നിൽക്കുന്നവർക്കൊക്കെ പറയാം എന്താ ശശി തരൂർ പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് പറയാം. പക്ഷേ കേരളത്തിലെ UDF-നോ കോൺഗ്രസിനോ ഇതൊരു പ്രശ്നമാകാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ശശി തരൂരിൻ്റെ 2 വർഷം മുമ്പുള്ള മുഖമല്ല ഇന്ന് കേരളത്തിലെ കോൺഗ്രസുകാരുടെ കയ്യിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു വലിയ സർവേ നടന്നത് അഭിലാഷിന് ഓർമ്മയുണ്ടല്ലോ. എന്താണ് ആ വലിയ സർവേ? കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അതിലെല്ലാ നേതാക്കളും ഏതാണ്ട് യുവജന നേതാക്കളടക്കം 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ തുടങ്ങി. കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയല്ലോ. 1 ലക്ഷം 1.5 ലക്ഷം 1.25 ലക്ഷം. അപ്പൊ ഏറ്റവും കുറവ് ഇതേപോലെ കോൺഗ്രസിന്റെ യുവനേതാക്കളും അല്ലാത്ത നേതാക്കളും 1 ലക്ഷത്തിന് മുകളിലുള്ള മാർജിനിൽ ജയിച്ചു. കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് 90 ലക്ഷത്തിലധികം വോട്ട് കിട്ടി. പക്ഷേ സംഭവിച്ചത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ, നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ വോട്ട് കുറഞ്ഞു. LDF 76 ലക്ഷത്തിൽ നിന്ന് 96 ലക്ഷത്തിലേക്ക് മെർജ് ചെയ്തു. ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ എക്സിറ്റ് പോൾ നടന്നു ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമസഭ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബാറ്റിലാണ്. ഞാനതല്ല പറഞ്ഞേ അഭിലാഷ് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് കയറി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല സർവേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം ശശി തരൂരിനുണ്ടോ? ഇത്തവണ ശശി തരൂർ 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനല്ലേ ജയിച്ചത്. ഇപ്പുറത്ത് 1 ലക്ഷം 1.5 ലക്ഷം അല്ലേ. 2021-ലെ മറ്റേ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞത്, 19 അല്ല. ക്ഷമിക്കണം 2021-ലെ ലോക്സഭാ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 24 ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറ്റ് നേതാക്കൾക്ക് കാസർഗോഡ് ഉണ്ണിത്താൻ തൊട്ട് 1 ലക്ഷത്തിന് മേലെ എല്ലാവരുടെയും വോട്ടുകൾ, ശശി തരൂരിന് 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പറയുന്ന ആൾക്ക് കിട്ടിയ ജനങ്ങളുടെ അംഗീകാരം അതൊരു സർവേ അല്ലേ, ആ ഒരു സർവേ തലത്തിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിനെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സർവേ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇത് രാഷ്ട്രീയ കക്ഷികൾക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയമായി മാറി. അതിപ്പോൾ തീർച്ചയായിട്ടും അതിൽ CPM-ൽ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ KK ശൈലജയെ തഴഞ്ഞു എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തഴഞ്ഞു എന്നൊരു ചിന്ത വരുമ്പോൾ അവരെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു, അവരെ 60,000 വോട്ട് മട്ടന്നൂർ ജയിച്ച ഒരു നേതാവിനെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു, അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാതിരിക്കാൻ ശ്രമിച്ചു, അവരുടെ അവാർഡ് നിരസിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചർച്ചയാക്കാൻ നല്ലതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ശശി തരൂരിനെ കുറിച്ചും പറയാം. പക്ഷേ ശശി തരൂർ ഇപ്പോൾ ശൈലജ ടീച്ചർ അത് ഷെയർ ചെയ്തില്ല. എന്താ കാരണം? അത് ആ പാർട്ടിയുടെ സ്വഭാവം. നേരെ മറിച്ച് ശശി തരൂർ ഷെയർ ചെയ്തു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി ഇലക്ഷനായപ്പോഴേ ഒരു സർവേ നടത്തി. അതിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ 28% പേര് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. സതീശൻ അത് ഷെയർ ചെയ്തില്ലല്ലോ. അപ്പോൾ യഥാർത്ഥ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുള്ളത് ഇങ്ങനൊന്നും ഷെയർ ചെയ്യില്ല. നേരെ മറിച്ച് ചർച്ചയാക്കാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യും. അപ്പം നമ്മൾ ചർച്ചയ്ക്ക് ഇപ്പം നാളെ ശശി തരൂർ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് വലിയ വിഷയമാക്കും. പക്ഷേ ഒരു കാര്യം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, ഈ വിഷയം ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം ഇല്ല.